യഹസ്കേൽ പ്രവചനം 36 അധ്യായം 8 വാക്യം. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ബലം കായിപ്പി. ഇസ്രായേൽ ജനം പ്രവാസദേശത്ത് നിന്ന് മടങ്ങി വരുന്ന ആ വരവ് യഥാർത്ഥമായും ഒരു മാനസാന്തരത്തോടുകൂടെയാണ്. 37 അധ്യായത്തിൽ പറയുന്നു, അതിന്റെ 11 അവനോട് വിളിച്ച മനുഷ്യപുത്രായി അസ്ഥികൾ ഇസ്രായേൽ ഒക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുറിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. സ്വന്തം പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുന്ന ഒരു ഭാഗം കൂടെ കാണാൻ കഴിയും. അതിന് 1 മുതൽ ഉള്ള ഭാഗങ്ങളിൽ താഴ്വരയിൽ അതേക്ക് നിറഞ്ഞു കിടക്കുന്നതായ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതായ അസ്ഥിക്കൂമ്പാരങ്ങളുടെ ഉള്ള ഒരു താഴ്വര. ഇതാണ് ഇസ്രായേൽ ജനത്തിൻ്റെതായ അധപ്പതിച്ച അവസ്ഥയെ കാണിക്കുന്ന യഹസ്കേൽ പ്രവചനം കൊടുത്തതായ ദർശനം. അപ്പോൾ അവരോട് ദൈവത്തിൻ്റെ ആലോചന അവരെ കേട്ടനുസരിക്കുമ്പോൾ ഞരമ്പ് വെച്ച്, പിന്നെ കേട്ടനുസരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഞരമ്പ് വെച്ച് മാംസം പൊതിഞ്ഞ് ത്വക്ക് പൊതിഞ്ഞ് യഥാർത്ഥമായ ഒരു രൂപാന്തരമുള്ളൊരു മനുഷ്യനായി മാറും. ദൈവത്തിൻ്റെ ആത്മാവരുടെ മേൽ വരുമ്പോൾ അവർ ജീവനുള്ളവരായി ഒരു സൈന്യമായി തീരും. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ അവർ യഥാർത്ഥമായും സ്വന്തം കുറവുകളെക്കുറിച്ച്, സ്വന്തം തെറ്റുകളെക്കുറിച്ച് മനോബോധമുണ്ടായി കർത്താവിലേക്ക് തിരിയുമ്പോൾ ഇപ്പം കേട്ടതുപോലൊരു വലിയ സൈന്യമായി, ദൈവത്തിൻ്റെ സൈന്യമായി തീരുവാനിടയായിത്തീരും. സ്തോത്രം. ഇങ്ങനെ ആത്മീയമായ ദൈവത്തിങ്കിലേക്ക് ക്രമീകരണം പാലിച്ച് മാനസാന്തരപ്പെട്ട് വരുന്ന ജനം എങ്ങനായിരിക്കും? ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ മേൽ നിർമ്മലജലം തളിച്ച് അവരെ ശുദ്ധീകരിക്കും. വേർപെടേണ്ടുന്ന എല്ലാവരും വേർപെടും. പുതിയൊരു ഹൃദയം ദൈവം അവർക്ക് കൊടുക്കും. പുതിയൊരു ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി വയ്ക്കും. കല്ലായുടെ ഹൃദയം ദൈവയുടെ ജഡത്തിൽ നീക്കി മാംസമായ ഹൃദയം കൊടുക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിലാക്കി ദൈവത്തിൻ്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. അങ്ങനെയുള്ള ഒരു ജനത്തിൻ്റെതായ കടന്നുവരവ് 36 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിച്ചുകൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ബലം കായിപ്പി. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥമായും നമ്മൾ ഏതിൽ വീണ്ടിരിക്കുന്നോർത്ത മാനസാന്തരപ്പെട്ട് നാം കർത്താവിൻ്റെ വചനത്തിലേക്കും കർത്താവിലേക്കും മടങ്ങി വരിക. മടങ്ങി വരുമ്പോഴാണ് ജീവിതത്തിൽ ദൈവത്തിന് തൻ്റെ പുത്രൻ മുഖാന്തരം തൻ്റെ ആത്മാവിനാൽ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മടങ്ങി വന്നാൽ ദൈവം ഇസ്രായേൽ പർവ്വതങ്ങളോട് കൽപ്പിക്കും, കൊമ്പുകളെ നീട്ടി ഈ മടങ്ങി വരുന്ന ജനത്തിനു വേണ്ടി ബലം കായിപ്പി. സ്തോത്രം. അങ്ങനെ ദൈവം ആജ്ഞാപിക്കേണ്ടടുത്ത് ആജ്ഞാപനം നടത്തും. കൽപ്പന കൊടുക്കേണ്ടടുത്ത് കൽപ്പന കൊടുത്തും മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള നന്മകളുടേതായ ഒരു വലിയ അനുഗ്രഹം അവരുടെ മുമ്പിൽ ദൈവം വെച്ച് നീട്ടും. 9 വാക്യത്തിൽ കാണുന്നത്, നിങ്ങളിൽ കൃഷി ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു.
ദൈവത്തിങ്കിലേക്ക് ജനം മടങ്ങി വന്നാൽ ദൈവം അനുകൂലമായിരിക്കും. മുൻകാലങ്ങളിലെ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവം ധാരാളം ഭൗതികമായ അനുഗ്രഹങ്ങളും നന്മകളും നൽകി അവരെ കൃഷിവിളകൾ അനുഗ്രഹിച്ച്, മൃഗസമ്പത്ത് അനുഗ്രഹിച്ച്, മറ്റും അനുഗ്രഹങ്ങളുടെ ശ്രേഷ്ഠതയിലേക്ക് നയിച്ചപ്പോൾ അവർ ഹൃദയം നെഗളിച്ചു പോയി. അവർ എന്ത് ചെയ്തു? ദൈവത്തിന്റെ കൽപ്പനകളെയും വിധികളെയും വിട്ടു. ജാതികളുടേതായ ജീവിതം അനുകരിച്ചു. മ്ലേച്ഛമായ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു. ആ അവസ്ഥയിലാണ് നെബൂഖദ്നേസർ രാജാവിനെ സൈന്യത്തെ അവരുടെ അടുക്കലേക്ക് അയച്ച് ആ രാജ്യം ഛിന്ന ഭിന്നമാക്കി അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, ഒരുത്തന്റെ സാമ്പത്തികമായ ഉയർച്ച, വിശാലത അവന് ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം കഴിയാതെ പുറകോട്ട് പോകുന്ന അവസ്ഥയാണെങ്കിൽ നാളെ നിശ്ചയമായും ദൈവത്തിൻ്റെ അടിയുടെ ഒരു പ്രവാസകാലം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്ന് ഈ തിരുവചനത്തിന്റെ വെളിപ്പാട് നിങ്ങളെ അറിയിക്കുന്നു. മടങ്ങി വരുന്ന ജനം എങ്ങനെയാ? അവരുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിലെ അകൃത്യങ്ങളെയും മ്ലേച്ഛതകളും നിമിത്തം തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നി. തങ്ങളുടെ മുൻകാലങ്ങൾ നടന്നുമെത്തുമ്പം ലജ്ജിച്ച് നാണിച്ചിഞ്ഞ അവസ്ഥയിലേക്കാണ് മടങ്ങി വരുന്നത്. നമ്മള് യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 31-32 വാക്യങ്ങളിലാണത് കാണുന്നത്. അപ്പോൾ മടങ്ങി വരുന്ന ജനം ഈ നാളുകളിൽ ആത്മിക സമൂഹമേ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? യെഹെസ്കേൽ 37-ാം അധ്യായത്തിൽ കാണുന്ന പോലെ താഴ്വരയിലെ ഒരു അസ്ഥിക്കൂമ്പാരങ്ങൾ പോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയാണോ? അതേ, മനുഷ്യനാ, പക്ഷേ ദൈവത്തിന്റെ മനുഷ്യരല്ല. ജീവനുണ്ട്, പക്ഷെ ആത്മാവിന്റെ ജീവനില്ല. ജീവിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളും വീതികളും അനുസരിച്ചല്ല ജീവിക്കുന്നത്. ദൈവത്തെ തെറ്റിപ്പോയൊരു ജനം. എന്നാൽ നാം ദൈവത്തിങ്കിലേക്ക് മനസാന്തരപ്പെട്ട് യഥാർത്ഥമായും ഒരു മുടിയനായ പുത്രനെ പോലെ അനുദപിച്ച് മടങ്ങി വരേണ്ട കാലം ആസന്നമായിരിക്കുന്നു. ഭൗതികമല്ല ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം. പലരും വിചാരിച്ച് എന്നെ വേണ്ട, ആ സഹോദരൻ ആ സഹോദരി ഭയങ്കര ഞെരുക്കമാണ്, കുടുംബത്തിൽ ഞെരുക്കമാണ്, അവന്റെ കയ്യിലെ കുഴപ്പം കൊണ്ട്, അവിടെ കയ്യിലെ കുഴപ്പം കൊണ്ട്, ഞാൻ അതെന്ന് കുറെ നന്നായി ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ തന്നേ എന്ന് ഈ നാൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെ ആത്മീയമായി സമ്പന്നനായിരിക്കുക എന്ന് പറയുന്നത് ഭൗതികത്തിലല്ല, അവന്റെ ജീവിതത്തിൽ കർത്താവിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന്റെ കൽപ്പനകളും വിധികളും അനുഷ്ഠിച്ച് ഏത് കഷ്ടതയിലും പ്രതികൂലങ്ങളും പ്രയാസത്തിലും വചനം വിട്ടുപോകാതെ ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി എന്താണെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കുടുംബം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികം കാണണമെന്നില്ല, അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരും നീതിയുള്ളവരുമാണ്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു, നാം മടങ്ങി വന്നാൽ നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും, ശൂന്യപ്രദേശങ്ങളെ പണിയും. ഞാൻ നിങ്ങൾ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും, അവർ പെരുകി സന്താന വിട്ടുപറകളായി തീരുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഇന്ന് ആളുകളിൽ ഈ വചനം കേൾക്കുന്നവരിൽ ജീവിതത്തിൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരോ വ്യക്തിയാണെങ്കിൽ, കുടുംബമാണെങ്കിൽ, തലമുറകളെ ചൊല്ലി വളരെയേറെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ, ജീവിതത്തിൽ നാളുകളായി അധ്വാനിച്ചിട്ട് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്ത നിരാശാജനകമായ ഒരു അവസ്ഥയാണെങ്കിൽ ഭാരപ്പെടണം. കർത്താവിലേക്ക് കടന്നു വാ. കർത്താവ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ദൈവം യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം അനുകൂലമാണെങ്കിൽ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമാക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അന്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അന്യമായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വഴികളെല്ലാം നമുക്ക് സ്വന്തമായി തീരുവാനിടയാകും. അതേ, ജീവന്റെ വഴി നിനക്കൊണ്ട് കാണിച്ചു തന്ന് നിന്റെ ജീവന മാർഗം നടത്തുകയും നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ മാനിക്കപ്പെടുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് നിന്നെ ഉയർത്തുന്ന
ഒരവസ്ഥയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാനിടയായിത്തീരും. കർത്താവിലേക്ക് തിരിയാം. ഈ വചനങ്ങളാ കർത്താവ് താങ്കളെ അനുഗ്രഹിക്കും.